ഹലോ. അപ്പോൾ തിരുപ്പതിയിലെത്തിയിട്ട് ഇപ്പം രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ദർശനത്തിനുള്ള ടൈം കിട്ടിയിരിക്കുന്നത് 12:30-ക്കാണ്. അപ്പം 12:30-ക്കൊന്നും നമുക്ക് കയറി തൊഴാനൊന്നും പറ്റില്ല. ഒരുപാട് ക്യൂ ഒക്കെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പം 12:30-ക്കായിരിക്കും നമ്മൾ ക്യൂവിലായിട്ട് കയറുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കെപ്പോഴും ചായ വേണം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഇവിടെ ചായ കിട്ടാത്തതുകൊണ്ട് കിട്ടും, പുറത്ത് പോയാൽ കിട്ടും, പക്ഷേ ഇനി പുറത്ത് പോയി കുടിക്കണ്ടേ, അതുകൊണ്ട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാനൊരു കോഫി തയ്യാറാക്കുവാണ്. അപ്പോൾ ഇവിടെ തന്നെ പൊടിയും കോഫി പൊടിയും പിന്നെ അതുപോലെ പാൽപ്പൊടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡിയായി ഒരു ടാക്സി പിടിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. മല കയറി ഇനി പോകണം. അപ്പം ടാക്സിയൊക്കെ വന്ന് ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കേരള രജിസ്ട്രേഷനുള്ളതൊന്നും മുകളിലേക്ക് കയറ്റി വിടില്ല. പിന്നെ ഇവിടെ നിന്ന് താഴേന്ന് മുകളിലേക്ക് പോകാനായിട്ട് ബസ് ഉണ്ട് കേട്ടോ. എ സിയും നോൺ എ സിയും ബസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ടാക്സി പിടിച്ച് പോവാം, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിൽ പോവാം, ഏത് രീതിയിലാണെങ്കിലും നമുക്ക് പോവാം. പിന്നെ നമ്മൾ കാറിലൊക്കെ വരുന്നുണ്ട്, നമ്മുടെ കാറൊന്നും മുകളിലോട്ട് കയറ്റി വിടില്ല. കേരള രജിസ്ട്രേഷനൊന്നും അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് കടത്തിവിടില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു കർണാടക, ആന്ധ്ര രജിസ്ട്രേഷൻ മാത്രമേ കയറ്റി വിടുകയുള്ളൂ എന്ന് തോന്നുന്നു. ഡ്രൈവറും പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ ഒന്നും അങ്ങോട്ട് വിടില്ല എന്നാണ് പറഞ്ഞത്. കുറച്ചിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ അങ്ങോട്ട് കടത്തി വിടുന്നത്. നമ്മുടെ വണ്ടികളൊക്കെ കടത്തി വിടുന്നതും നമ്മുടെ ബാഗെല്ലാം ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് നോക്കിയിട്ടാണ് വിടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങളെ മുകളിലേക്ക് വിടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചിന്ന് തൊഴുതിട്ട് താഴേക്ക് വരും. താഴെ വന്നിട്ട് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റൂമിൽ തന്നെ ആയിരിക്കും ഇന്നും സ്റ്റേ ചെയ്യുന്നത്. പിന്നെ മുകളിൽ വേണമെങ്കിൽ പോയിട്ട് അവിടെ റൂമൊക്കെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് മുകളിൽ താമസിക്കാം. നമ്മൾ പക്ഷെ തിരിച്ച് താഴെ വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് ആ റൂമിൽ തന്നെ താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ദാണ്ടെ രാവിലെ പൂരിയാണ് കഴിക്കുന്നത്. പൂരിയും എന്താണ് വെജിറ്റബിൾ കറിയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ പൂരിക്കൊക്കെ. ഭയങ്കര സോഫ്റ്റാണ്. ഇനിയിപ്പം വാവയുടെ മുടി മൊട്ടയടിക്കാൻ പോവാണേ. അപ്പം നമ്മളിവിടെ വന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. വാവയ്ക്കൊരു നേർച്ചയുണ്ടായിരുന്നു. നമ്മൾ തിരുപ്പതി വന്നിട്ട് മുടി കളയാന്നുള്ള ഒരു നേർച്ചയുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ആദ്യമൊക്കെ ആൾ നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 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 ആളങ്ങോട്ട് തുടങ്ങി ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങളൊരു 3 പേര് പിടിച്ച് കെട്ടിയിട്ടാണ് മുടി വെട്ടിയത്. ശരിക്കും കഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ വെട്ടിയ ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. എങ്ങും മുറിഞ്ഞതും ഒന്നുമില്ല. നമ്മൾ താഴെ വെച്ച് നമ്മൾ താഴത്തെ റൂമിൽ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി വെട്ടാനായിട്ട്. റൂമിൽ വന്ന് വെട്ടാറുണ്ട് ചിലയിടത്തൊക്കെ. അപ്പം നമ്മൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും ഇല്ല. നമുക്ക് മുകളിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പേരെ വെട്ടി വെട്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പം ആ കുഞ്ഞിൻ്റെ മുടിയൊന്നും തലയൊന്നും മുറിയത്തൊന്നുമില്ല. അപ്പം നിങ്ങൾ മുകളിൽ പോയി വെട്ടുന്നതായിരിക്കും നല്ലത്, ചെറിയ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളെന്നാൽ വിചാരിച്ചു എങ്കിൽ ഓക്കെ മുകളിൽ പോയി വെട്ടാം എന്ന ഉദ്ദേശത്തിലാണ് വന്നത്. ഇതിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ തന്നെ ഉള്ള ഒരു മുടി വെട്ടാനുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ മുടി ഇങ്ങനെ വടിക്കാനായിട്ട് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. ഒരുപാട് പേരിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാരിരുന്ന് മുടി വടിക്കുന്നുമുണ്ട്. ഇതുപോലെ ഒരുപാട് പ്ലേസ് ഉണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. ഡ്രൈവർ അവിടുത്തുകാരനാണ്. അപ്പോൾ പുള്ളിയും കൂടാണ് കുഞ്ഞിനെ പിടിച്ച് ഇങ്ങനെ വെക്കുന്നത്, ഇങ്ങനെ വെട്ടാനായിട്ട്. അപ്പം തലയൊക്കെ തിരിക്കും മറിക്കുകയൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ പുള്ളി വടിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒന്നും അവിടെ അലൗഡ് അല്ല, ഫോട്ടോ എടുക്കാം, വീഡിയോ ഒന്നും അലൗഡ് അല്ല എന്നാണ്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് അവർ വന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് കുഞ്ഞിൻ്റെ മുടിയൊക്കെ വടിക്കുന്നിടയ്ക്ക് എടുക്കാൻ പറ്റി. മുട്ടയടിക്കുന്നവർക്ക് ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുഞ്ഞിനെ നമ്മൾ അവിടെ നിർത്തി കുളിപ്പിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് പ്രത്യേക ആൾ തന്നെ നിൽപ്പുണ്ട്. അപ്പം അവർക്ക് നമ്മൾ എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ കൊടുക്കണം. ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവിടെ ജീവിക്കുന്നവർ. പത്തോ 20 നമുക്ക് ഇഷ്ടമുള്ള 100 എത്ര കൊടുത്താലും അവർക്ക് സന്തോഷമാണ്. അങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് ഇപ്പം പുള്ളിക്കാരിയുടെ കരച്ചിലൊക്കെ കഴിഞ്ഞ് നല്ലൊരു ആശ്വാസമുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ചായക്കടകൾ ഒരുപാടുണ്ട് കേട്ടോ.
ചായ മാത്രമല്ല വേറെ സ്നാക്സും ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ലെമൺ ടീയും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. അതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോയി തൊഴുതു കേട്ടോ. പക്ഷേ ഞാൻ ഫോണും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നു, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരാൾ വന്നിട്ട് കുറിയൊക്കെ തൊട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് 3 പേർക്കും, അന്നക്കുട്ടിക്കും എനിക്കും കുഞ്ഞു ആവയ്ക്കും. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിലേക്ക് നമുക്ക് ഫോണും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അമ്പലത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കും. പിന്നെ അത് വാങ്ങാനായിട്ട് ക്യൂ നിന്നൊക്കെ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോണും കാര്യങ്ങളും ഒന്നും എടുക്കാതെയാണ് തൊഴാൻ പോയത്. അപ്പം തൊഴാൻ നേരത്ത് നമുക്ക് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം ക്യൂ ഉണ്ട്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് തൊഴാനായിട്ട് കയറാൻ പറ്റും. അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പം മോൾക്ക് ഇപ്പം 1 വയസ്സും 1 മാസവും ആയിട്ടുണ്ട്. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് 1 മാസം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ക്യൂവിൽ കയറാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് പരിചയമുള്ള ആളുള്ളത് കൊണ്ട് നമ്മളെ ആ ഒരു ക്യൂവിൽ കയറ്റി. അതുകൊണ്ട് നമുക്കൊരു 2.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ കയറി നമ്മൾ തൊഴുതു കഴിഞ്ഞ് അതിനകത്തൊക്കെ നിന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരു ടോട്ടൽ ഒരു 4 മണിക്കൂർ എടുത്തതിന്. അത് ക്യൂ നിൽക്കാൻ നമുക്ക് അത്രയും സമയം വേണ്ടി വന്നുള്ളൂ. 2.5 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. പിന്നീടുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ അതിനകത്ത് തൊഴുതിട്ട് നമ്മൾ അമ്പലം ഒന്ന് ചുറ്റിക്കാണും. അങ്ങനെയൊക്കെ അവിടെയൊക്കെ ആ പരിസരത്തൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ 4:30 ആയപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഞങ്ങൾ ഉച്ചയ്ക്കത്തുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അകത്ത് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഫുഡൊക്കെ കിട്ടുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. മറ്റേ ക്യൂ ആയിരുന്നുണ്ട്, ഒരുപാട് നേരം നിൽക്കേണ്ട ക്യൂ ആയിരുന്നെന്നുണ്ടെങ്കിൽ അതിൽ ഫുഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ ക്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. വെള്ളം മാത്രം കിട്ടി. വെള്ളം ഉണ്ടായിരുന്നു, അത് നമുക്ക് കുടിക്കാം. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട്, ലഞ്ചിൻ്റെ സമയമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അമ്പലത്തിൻ്റെ തന്നെ ഫുഡ് കിട്ടുന്ന ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഫുഡ് ഇനിയിപ്പം 6:30 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ പോകുന്നത്, നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചൊരു സ്ഥലമുണ്ടല്ലോ അവിടെ പോയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഭയങ്കര ക്ലീൻ ആയിട്ടാണ് കേട്ടോ അമ്പലത്തിൻ്റെ പരിസരം. ഇവിടെയൊക്കെ നല്ലതായിട്ടാണ്. ഇവിടെയൊക്കെ ഒരുപാട് കണ്ടില്ലേ, ഒരുപാട് റൂമുകളാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയ റേറ്റേ ഉള്ളെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ താമസിക്കാനായിട്ട്. ഒരുപാട് റൂമുകൾ നമുക്കിപ്പം മുകളിൽ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ റൂമുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ലഞ്ച് കഴിക്കുന്ന സമയം പക്ഷേ വൈകുന്നേരമായി. അപ്പം ഞങ്ങൾ മീൽസാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണോ കറികളുള്ളതെന്ന് അറിയത്തില്ല. ഇഷ്ടംപോലെ കറികൾ, എന്തൊക്കെയാണെന്ന് പോലും അറിയത്തില്ല. പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, പിന്നെ അവിയൽ, എല്ലാ കറികളും ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. ഇതെല്ലാം കൂടി നമ്മളെങ്ങനെ കഴിക്കണം. പിന്നെന്തോ ഒരു റൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്ത് റൈസാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഒരു ലെമൺ സാദം ഉണ്ട്, ഒരു മഞ്ഞ കളറിലെ ഒരു റൈസ് ഉണ്ടായിരുന്നു. എനിക്കത് തോന്നുന്നു ലെമൺ സാദമാണ്. പക്ഷേ അത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവരുടെ റൈസൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു. ഇത് പപ്പടം പോലത്തെ സംഭവം, പക്ഷെ പപ്പടമൊന്നുമല്ല. പപ്പടം പോലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, നമ്മുടെ ബോണ്ട പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ശർക്കരയൊക്കെ വെച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാഞ്ഞിട്ട് പിന്നെയും തൈരും രസവും സാമ്പാറും ഒക്കെ പിന്നെയും കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഇവിടുത്തെ ഇതിനൊക്കെ നമ്മൾ നല്ല പൈസ കൊടുക്കണം കേട്ടോ. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിന് നല്ല പൈസയാണ്. അമ്പലത്തിൽ ഫ്രീ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. സാമ്പാർ സാദം, പിന്നെ രാവിലെ എന്തൊക്കെയോ, ഉച്ചയ്ക്ക് സാമ്പാർ സാദമാണ്, പിന്നെ രാവിലെ ഉപ്പുമാവ്, അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ താഴെയാണ് താമസിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിലെ പ്രസാദം. അപ്പം നമ്മൾ കഴിക്കാൻ ചെന്ന സമയത്ത് അതിൻ്റെ ടൈമും കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നിപ്പം വൈകുന്നേരം 6:30 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുഡിന് ടേസ്റ്റ് പോലെ തന്നെ നല്ല റേറ്റ് കൊടുക്കണം. നമ്മുടെ നാട്ടിലെ കൂടി ചെറിയ പൈസയൊന്നും അല്ല. ഈ മീൽസിനൊക്കെ തന്നെ നല്ല പൈസയാണ്. പിന്നെ മാക്സിമം നമ്മൾ അമ്പലത്തിലെ ഫുഡ് തന്നെ കഴിക്കാനായിട്ട് നോക്കുക. അമ്പലത്തിലെ ഫുഡിനാണ് ഏറ്റവും ടേസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളെപ്പം വന്നാലും മുകളിൽ തന്നെ ചെന്ന് താമസിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ മുകളിൽ ചെന്ന് താമസിക്കുന്നവർക്ക് അമ്പലത്തിൽ ഇടയ്ക്ക് വരാം, അവിടുത്തെ ഫുഡും കഴിക്കാം. ക്യൂ ഒന്നും അധികം നിൽക്കേണ്ടി വരത്തില്ല അവിടുത്തെ ഫുഡിന്. അവിടെ ഒരുപാട് ഇങ്ങനെ സദ്യാലയങ്ങൾ
സ്റ്റെപ്പ് മാത്രമല്ല, സ്റ്റെപ്പ് കയറിയിട്ട് കുറച്ച് നിരപ്പായ സ്ഥലം, പിന്നെയും കുറച്ച് സ്റ്റെപ്പ്, അങ്ങനെ അങ്ങനെയാണേ. പിന്നെ നമുക്ക് വെള്ളവും എല്ലാം കിട്ടും അവിടുന്ന്. റെസ്റ്റ് എടുത്ത് ഇരിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്, റെസ്റ്റ് എടുത്ത് വരാൻ ബാത്റൂമും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടുന്ന് താഴേന്ന് മുകളിൽ വരെ 15 കിലോമീറ്റർ ആണുള്ളത് ഈ സ്റ്റെപ്പ് കയറി വരുന്നവർക്ക്. നമുക്കാണെങ്കിൽ അതിലേക്കാട്ടിലും കൂടുതൽ, നമ്മളൊരു അരമണിക്കൂർ കൊണ്ടാണ് മുകളിലെത്തിയത്. അപ്പം നടന്നു വരുന്നവർക്ക് ഒരുപാട് സമയം എടുക്കും എത്താനായിട്ട്, പക്ഷെ അവർക്ക് 15 കിലോമീറ്റർ ആണുള്ളത്. ഇതിപ്പം നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ തിരുപ്പതിയിലെത്തിയിട്ട് മൂന്നാമത്തെ ദിവസമാണ്. ഇത് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോരുവാണ്. അപ്പം ഉച്ചയ്ക്ക് 2:35 ട്രെയിനുള്ളത്. അപ്പോൾ രാവിലെ പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അപ്പോൾ രാവിലെ നമ്മുടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. നമ്മൾ താമസിക്കുന്ന അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പം പുറത്ത് വന്നിട്ടാണ് കഴിക്കുന്നത്. ഇത് വട, എന്താണ്, തൈരിനകത്ത് വടയിട്ടതാണ്. അപ്പം എന്താ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേര്. അപ്പം എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. തൈരിനകത്ത് വട ഇട്ടിട്ടിരിക്കുന്നതാണ്, എന്തൊക്കെയോ നമ്മുടെ മിച്ചറിനകത്ത് കിടക്കുന്ന മറ്റേ ചെറിയ പരിപ്പ് പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. പതിവ് പോലെ ഞങ്ങൾ ഇന്നും പൂരി തന്നെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ കറി, എന്താ പറയുക, വ്യത്യസ്തമായ ഒരു കറിയാണ്. ഇപ്പം നമ്മൾ മറ്റിടത്തു നിന്നൊക്കെ കഴിച്ച പോലുള്ള കറിയല്ല. ഒന്ന് നമ്മൾ മസാല ദോശയുടെ അകത്തൊക്കെ കിഴങ്ങൊക്കെ ഇട്ട് വെക്കത്തില്ലേ, അങ്ങനൊരു, എന്താ പറയുക, ചാറില്ലാത്തൊരു രീതിയിൽ ഉണ്ടാക്കത്തില്ലേ, അതുപോലത്തെ ഒരു കറിയും കിട്ടി. പിന്നെ വെള്ളം പോലെ ഇരിക്കുന്ന ഒരു കറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ആണ് കേട്ടോ. ഈ കറി, വെള്ളം പോലെ ഇരിക്കുന്ന കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മറ്റേ ആ കിഴങ്ങിൻ്റെ ആ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ആയിട്ട് ഈ അച്ചാറുകളും അതുപോലെ തന്നെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സ്, അങ്ങനെയുള്ള ഐറ്റംസ്, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത രീതിയിലുള്ള അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ മല്ലിയിലയൊക്കെ അച്ചാറിട്ട് വെച്ചിരിക്കുന്നതും അതുപോലെ പുതിനയില അച്ചാർ, അങ്ങനെ അങ്ങനെയുള്ള കുറേ അച്ചാറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിയിലയുടെ അച്ചാർ, പുതിനയിലയുടെ അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി. കണ്ടില്ലേ, ഇഷ്ടംപോലുണ്ട്, ഒരുപാട്. എനിക്കറിയത്തില്ല ഇതിൻ്റെ ഒന്നും പേരൊക്കെ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും, എൻ്റെ നാട്ടിലൊന്നും ഇതുപോലെ സ്വീറ്റ്സ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ അങ്ങനെ മധുരം ഒരുപാട് കഴിക്കുന്ന ആളല്ല. പക്ഷേ ഇവിടുന്ന് സ്വീറ്റ്സൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇവിടുത്തെ തിരുപ്പതിയിലെ അമ്പലത്തിൽ നിന്ന് ലഡു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ലഡു എന്ന് പറയുന്നത്. ഇതെന്താ സാധനമാ? അത് രസഗുള, ഇതോ? അത് രസമലായി. പിന്നെ ലഡു ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു രസമലായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അവിടെ കടയിൽ വെച്ച്, ഷോപ്പിൽ വെച്ച് തന്നെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസിനകത്തൊക്കെ രസമലായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേ എനിക്കിത് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ നാട്ടിലൊന്നും വെച്ച് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് കഴിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് സ്വീറ്റ്സും അച്ചാറും കുറച്ച് സ്നാക്സും ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ഇനിയിപ്പം ഒരു ടൗണിൽ പോയിട്ട് എന്തെങ്കിലും വള, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പം അമ്പലത്തിലും ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് താമസിച്ചിരുന്ന ഒരു നമ്മൾ ടൗണിലായിരുന്നല്ലോ താമസിച്ചത്, ആ റൂമിൻ്റെ അവിടെയായിട്ട് വലിയൊരു വള മാത്രമുള്ളൊരു ഷോപ്പുണ്ട്. മാലയൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. പക്ഷെ വളകൾ, പല ടൈപ്പ് വളകളുള്ള, കുപ്പി വളകളൊക്കെയുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ടൗണിലോട്ട് പോവാണ്. അവിടെ നിന്ന് അത് വാങ്ങിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. റെയിൽവേ സ്റ്റേഷൻ ടൗണിൽ തന്നെയാണ്. ഇവിടെ നിറച്ച് ഹോൾസെയിൽ ഷോപ്പുകളാണ് കേട്ടോ. തുണികളുടെയും എല്ലാം ഉണ്ട്, മൊബൈലിൻ്റെ ഷോപ്പുകളുണ്ട്, തുണികളുടെ ഉണ്ട്, ഒരുപാട് എല്ലാത്തിൻ്റെയും ഹോൾസെയിൽ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അവിടെ കയറി എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓട്ടോയിലായത് കൊണ്ടും പുള്ളിക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ, അവിടുത്തെ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് മറ്റേടത്ത് പോയി
കുപ്പിവളയൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അവിടെ പുള്ളി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും കൂടി നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ എങ്ങും ഇറങ്ങിയില്ല. നേരെ മറ്റേ ഷോപ്പിലേക്ക് വന്ന് കണ്ടു. അവിടെ ഈ ടൈപ്പ് മാലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ഐറ്റംസേ മാലകളുടേതുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം വളകളുടെയാണ്. വളകളുടെയെന്ന് വെച്ചാൽ കുപ്പിവളകളുടെ ഒരു വിപുലമായ കളക്ഷനാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കുപ്പിവളകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. ഈ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഒരുപാട് കടകൾ ഇങ്ങനെയാണ്. കുപ്പിവളകളും മാലകളും ഒക്കെ മാത്രമുള്ള ഫാൻസി ഐറ്റംസ് മാത്രമുള്ള കടകളാണ്. അവിടെ കൂടുതലും കുപ്പിവളകളാണുള്ളത്. ഇതിട്ടോ നോക്കി. ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള വളകളും നല്ല നല്ല വളകളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ പൈസയൊന്നുമില്ല. പക്ഷെ കുപ്പിവളകളിൽ അത്യാവശ്യം റേറ്റ് വരുന്നതും ഉണ്ട്. റേറ്റ് കുറഞ്ഞ സാധാ വളകളും എല്ലാ ടൈപ്പും ഉണ്ട്. ഈ സ്റ്റോൺ വെച്ച വളകൾക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഞാൻ കുറച്ച് വളകളൊക്കെ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുപ്പിവളകൾ, നല്ല ഭംഗിയുള്ള വളകൾ, നമ്മുടെ സാരിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് വളകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണേലും എനിക്ക് കുറേയും കൂടി വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞു, ഓട്ടോയിൽ നമ്മളെ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, ആളൊരു ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പോകാനെല്ലാം റെഡി ആവണം, ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി ചായ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മളെ വിളിച്ചു പോകാമെന്നും പറഞ്ഞു. എന്നിട്ടും ഞാൻ കുറച്ച് നേരം കൂടി വളയൊക്കെ നോക്കി, കളറൊക്കെ നോക്കി. എല്ലാ കളറും ഉണ്ട്. നമുക്ക് ഏത് ഡ്രസ്സിന് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ ഒരുപാട് ഇവിടെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് രാത്രി ആയിരുന്നുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചൊരു സംഭവമാണ് കേട്ടോ. ഒരു സ്നാക്സാണ്. നമ്മുടെ നാട്ടിൽ കിട്ടണ ആ ഒരു ടൈപ്പ് തന്നെയാണ്. അരി വെച്ച് ഉണ്ടാക്കണില്ല. പിന്നെ ദാണ്ടേ വാവ നല്ല ആക്റ്റീവായിട്ടുണ്ട്. ആൾ ഭയങ്കര കളിയാണ് ട്രെയിനിൽ. ഞാൻ കുറേ നേരം ഉറക്കാനൊക്കെ നോക്കിയിട്ടൊന്നും ആൾ ഉറങ്ങുന്നില്ല. അവിടെ തന്നെ നിൽക്കുവാണ്, കിടക്കുമൊന്നുമല്ല, നിൽക്കുവാണ്. അപ്പോൾ വീഴാൻ വന്നതാണ് കേട്ടോ. വീണിട്ടില്ല, ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ട്രെയിനിലൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു തിരുപ്പതി ഈ യാത്രയുടെ വ്ലോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ബായ്.